ഡൽഹിയിലെ ജന്തർ സമരവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തതിൽ അല്ലെങ്കിൽ വിവാദമായിട്ട് കുറച്ച് വിമർശനാത്മകമായ പരാമർശങ്ങൾ നടത്തിയ TG മോഹൻദാസിന് ഇപ്പോ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഓക്കെ. ഉപാധികളോട് കൂടിയിട്ടാണ് ജാമ്യം എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടാൻ ഇടയാക്കിയ സംഭവം എന്താണ്? മീൻസ് ഇതിലൊരു ജാമ്യം കിട്ടാനുള്ള വകുപ്പുകൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളായിരുന്നോ? ഇത് വാസ്തവത്തിൽ ഈ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ്. അദ്ദേഹത്തിന് എതിരെ ചാർത്തപ്പെട്ടിട്ടുള്ള സെക്ഷൻസ് ഒഫൻസുകൾ BNS 192, BNS 353 1B, IT Act 65, KP Act 120 OR. ഇതെല്ലാം അർണീഷ് കുമാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് BNSS 35(3) നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് സ്റ്റേഷനിൽ സമൻ ചെയ്യേണ്ടതായി. അല്ലാതെ അവിടെ റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള സെക്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി അലക്ഷ്യമാണ്. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട ഒഫൻസുകൾ മാത്രമേ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഇദ്ദേഹത്തിനെതിരെ ഞാൻ മനസ്സിലാക്കുന്നത് FIR ഇട്ടിട്ടുള്ളത് ഇദ്ദേഹം ആളുകളെ വെടിവെച്ച് കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞ പരാമർശത്തിലാണ്. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അകത്ത് ഒരു ഒഫൻസും ഇല്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയാം. അതൊരു ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള റിമാർക്കാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു ക്രിമിനൽ ഒഫൻസ് ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഞാനായിരുന്നു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തിയെങ്കിൽ ഞാൻ ആദ്യം അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോകാൻ 2 മണിക്കൂർ സമയം കൊടുത്തിട്ട് ഞാൻ വെടിവെക്കാൻ ഉത്തരവിടുമെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഒരു ഇല്ലീഗാലിറ്റി ഇല്ല. അദ്ദേഹമായിരുന്നുവെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു നിയമവിരുദ്ധതയുമില്ല. മറിച്ച് അദ്ദേഹം വളരെ നികൃഷ്ടമായിട്ടുള്ള പരാമർശങ്ങൾ സ്ത്രീകളെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ കുറിച്ച്, അത് ലെഫ്റ്റ് സെൻറ്റർ സെക്കുലർ ഡെമോക്രാറ്റിക് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെ കുറിച്ച് അറപ്പുളവാക്കുന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അവര് കൂട്ടബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു ജൂലൈ 28 കേരള പോലീസിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു റിമൈൻഡറും കൂടെ അയച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഈ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തിയതിനും അതിനകത്തൊരു ഭീഷണിയും കൂടെ. കാരണം സ്ത്രീകൾ അപ്രകാരം നടക്കുന്ന സ്ത്രീകളാണ് എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകൾ സമരമുഖത്തേക്ക് പോകുമ്പോൾ വീട്ടുകാർ പോലും അവരെ അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല പല സ്ത്രീകളും ഇത്തരം ആരോപണങ്ങൾ പേടിച്ച് സമരമുഖത്ത് പങ്കെടുക്കാനായിട്ട് പോകാൻ മടിച്ചെന്ന് വരും. അപ്പൊ അങ്ങനെ സ്ത്രീകളെ ഇൻറ്റിമിഡേറ്റ് ചെയ്ത്, ക്രിമിനലി ഇൻറ്റിമിഡേറ്റ് ചെയ്ത് ഡിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു നികൃഷ്ടമായ ശ്രമമായിരുന്നു ശ്രീ TG മോഹൻദാസിന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടായത്. അതിന് BNS 353 അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് നമ്മൾ 351(3) അനുസരിച്ച് 353 അല്ല 351(3) അനുസരിച്ച് കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റു വകുപ്പുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 192 BNS, 352 BNS, 353 BNS, പിന്നെ 79 BNS, 119A of KP Act. അപ്പൊ ഇതെല്ലാം അനുസരിച്ച് കേസെടുത്താൽ 351(3) ആണ് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്നത്, 7 വർഷം. പക്ഷെ അതിൽ പോലും
35 നോട്ടീസ് കൊടുത്തേ വിളിച്ചു വരുത്താൻ നോക്കുള്ളൂ. 7 വർഷം വരെയുള്ള ഏത് ശിക്ഷയാണെങ്കിലും 7 വർഷത്തിന് മുകളിൽ ശിക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് പാടുള്ളൂ. പക്ഷെ ഈ കേസിൽ TG മോഹൻദാസിനെതിരെ FIR ഇട്ട് പോലീസിനെ റിമാൻഡ് ചെയ്യാമായിരുന്നു. കാരണം അപകടം മണത്തിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായ പത്രികയിൽ സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ആ വീഡിയോ അദ്ദേഹം റിമൂവ് ചെയ്തിരിക്കുന്നു. അപ്പൊ എവിഡൻസ് ടാമ്പർ ചെയ്തതിന് എവിഡൻസ് ഉണ്ട്. പക്ഷെ അതേസമയം അതിന് തെളിവുകളെല്ലാം ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ മറ്റുള്ള ആളുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളും കൊടുക്കാൻ തയ്യാറാണെന്ന് പോലീസിനോട് അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്ലിയർ കേസ് ഓഫ് ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് അതുണ്ടെങ്കിൽ പിന്നെ അർണേഷ് കുമാറിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യായിരുന്നു. അത് കാണിച്ച് കോടതിയിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന് ജാമ്യം കിട്ടൂലായിരുന്നു. പോലീസ് ചെയ്തത് ഈ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തിയതിലല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് നിൽക്കാത്ത ഒരു കേസ് ഇട്ടിട്ട് അനാവശ്യമായിട്ട് അദ്ദേഹത്തിനെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. 35 നോട്ടീസ് കൊടുത്താൽ ശ്രീ മോഹൻദാസ് ഒളിവിലൊന്നും പോകാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒന്നുകിൽ മുൻകൂർ ജാമ്യത്തിന് പോകും, അല്ലാതെ അദ്ദേഹം ഒളിവിലൊന്നും പോകാനൊന്നും പോകുന്നില്ല. അദ്ദേഹം ഒളിച്ചോടാനൊന്നും പോകുന്ന ഒരു ക്രിമിനലൊന്നുമല്ല. ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹത്തിനെതിരെ ഇനിയും പോലീസിന് ഈ വകുപ്പുകൾ ഇട്ട് പുതിയൊരു FIR ഇട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹം എവിഡൻസ് ഡിസ്ട്രോയ്. തീർച്ചയായിട്ടും സർ, ഇതില് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന ഒരു മോശം പരാമർശത്തിനപ്പുറത്തേക്ക് അദ്ദേഹം അത്തരത്തില് കൊല്ലപ്പെടുകയാണെങ്കിൽ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ മതി എന്ന് കൂടി പറയുന്നുണ്ട് അദ്ദേഹം അതിൽ. അത് ഇത്തിരി ക്രൂരമായിട്ടുള്ളൊരു പരാമർശമല്ലേ സർ? എല്ലാം വളരെ ക്രൂരവും നികൃഷ്ടവുമായിട്ടുള്ള പരാമർശങ്ങളാണ്. ആദ്യം നടത്തിയത് തന്നെ ഞാനാണെങ്കിൽ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു വ്യക്തിയെ കൊല്ലുക എന്ന് പറയുന്നത് ക്രൂരതയല്ലേ. ഒരു വ്യക്തിയെ കൂടി പറയുന്നു. എന്തോ ബലാത്സംഗത്തിനിരയായി മരണപ്പെടുന്നതിനെ പറ്റി പോലും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. അതിലും ക്രൂരമായിട്ടുള്ള കാര്യമാണല്ലോ അത്. തീർച്ചയായിട്ടും ക്രൂരമായിട്ടുള്ള കാര്യമാണ്. അവരങ്ങനെ എൻജോയ് ചെയ്യുന്നവരാണെന്ന് വരെയാണ് പറയുന്നത്. ഗാങ് റേപ്പ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഈ ലെഫ്റ്റ് സെൻറ്റർ സെക്കുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രറ്റിക് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന സ്ത്രീകളെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് ശ്രീമതി സോണിയാഗാന്ധിയും വൃന്ദ കാരാട്ടും അടക്കമുള്ള സ്ത്രീകൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണെന്ന്. അവരെ മാത്രമല്ല, ഈ ഏതൊരു സ്ത്രീയെ വലിപ്പച്ചെറുപ്പമല്ല, ഞാൻ ഇതിന്റെ ഒരു ഇനോർമിറ്റി ഓഫ് ദി ക്രൈം കമ്മിറ്റഡ് ബൈ മോഹൻദാസ് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ ഏതൊരു സ്ത്രീയെ, ഏറ്റവും പാവപ്പെട്ട സാഹചര്യത്തിലുള്ള സ്ത്രീയെ കുറിച്ച് ഇത് പറഞ്ഞാലും ഇതൊരു ക്രൈമാണ്. ഇറ്റ്സ് നോട്ട് എ ലെസർ ക്രൈം. ഒരു പ്രമുഖ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ക്രൈം കൂടുതലൊന്നുമില്ല. ആരെ കുറിച്ച് പറഞ്ഞാലും ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് സെയിം ആണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന്റെ കോൺസിക്വൻസ് പോലീസ് കേസെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്താൽ ശ്രീ മോഹൻദാസിന് 7 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടും. ഇവിടെ നമ്മളുടെ രാജ്യത്ത് ജനങ്ങളും പോലീസ് ശ്രമിക്കുന്നത് ഉടനെ ജയിൽ ചെയ്യുകയാണ് ആസ് എ ഫോം ഓഫ് പണിഷ്മെന്റ്. ഉടനെ ജയിൽ ചെയ്യുക, ജാമ്യം കിട്ടിയ പോലീസ് തോറ്റു, ഉടനെ ജയിലിലടച്ചാൽ പോലീസ് വിജയിച്ചു, ജനങ്ങൾ വിജയിച്ചു എന്നാണ്. അത് തെറ്റാണ്. അതുകൊണ്ടാണ് ഈ ക്രിമിനൽസ് വീണ്ടും ജാമ്യം എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പുറത്തു പോകും. ഇപ്പൊ ശ്രീ മോഹൻദാസിനെ പോലത്തെ ഇത്തരം ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന ആളുകളെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ച് 7 വർഷത്തെ ജയിൽ ശിക്ഷ, അതിന്റെ എവിഡൻസ് എല്ലാം ഉണ്ട്. കേരള പോലീസ് ട്രയലിന് കൊണ്ട് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ, കാണിച്ചു കൊടുത്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ, ഇനി സുപ്രീം കോടതി വരെ ശ്രീ മോഹൻദാസ് പോയാലും ഈ കേസിൽ നിന്ന് അദ്ദേഹം ഊരി വരില്ല. അദ്ദേഹത്തിന് ശിക്ഷ കിട്ടും. മോഹൻദാസ് 2-3 വർഷം ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മോഹൻദാസും നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുകയില്ല. ഇതിനു മുമ്പും ഈ മാന്യ പല വൃത്തികെട്ട പരാമർശങ്ങളിൽ നടത്തിയിട്ടുണ്ട്, പല ക്രൂരമായിട്ടുള്ള പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സർ, ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതിന്റെ ഒരു കാരണമായിട്ട് സാർ ഇപ്പൊ പറയുന്നത് മറ്റു വകുപ്പ്, ഇപ്പൊ സാറ് ചൂണ്ടിക്കാണിച്ച വകുപ്പ് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവര്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കാര്യം.
ഞാൻ ജാമ്യം കിട്ടാനായിട്ടുള്ള കാരണമായിട്ട് അതല്ല പറയുന്നത്. ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് ഇത് രണ്ട് സെപ്പറേറ്റ് വീഡിയോസാണ്. സ്ത്രീകൾക്കെതിരെ പറഞ്ഞ വീഡിയോ ഒന്ന്, മറ്റേത് വേറെ വീഡിയോ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞ വീഡിയോയെ കുറിച്ചാണ് പോലീസ് FIR ഇട്ടിട്ട് കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സെക്ഷൻസ് മെൻഷൻ ചെയ്തുകൊണ്ട് പോലീസിന്, സ്റ്റേറ്റ് പോലീസ് ചീഫിന് അഭ്യർത്ഥന 28 ജൂലൈയിൽ ഞാൻ അയച്ചതാണ്. അത് സ്റ്റേറ്റ് പോലീസ് ചീഫ് അവിടെ നിന്ന് സൈബർ സെല്ലിലേക്ക് ജസ്റ്റിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം ട്രിവാൻഡ്രം സിറ്റി സൈബർ SHOയ്ക്ക് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മറുപടി വന്നതാണ്. പക്ഷെ ഈ സെക്ഷൻസ് ഇട്ട് ഒരു കേസും എടുത്തിട്ടില്ല. ഈ സെക്ഷൻസ് ഇട്ടത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് റിമാൻഡ് ആകൂല. കാരണം ഇതെല്ലാം അർണേഷ് കുമാറിന്റെ ഇതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട സെക്ഷൻസ് ആണ്. ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള സെക്ഷൻസും സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട സെക്ഷൻസ് ആണ്. പക്ഷേ ആ വീഡിയോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടെന്ന് കാണിച്ച് എവിഡൻസ് ടാമ്പർ ചെയ്തതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ പ്രൂഫായിട്ട് പോലീസ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിരുന്നുവെങ്കിൽ ശ്രീ മോഹൻദാസിന് ഇന്ന് ജാമ്യം കിട്ടില്ലായിരുന്നു. അപ്പോ ഇത് പോലീസിന്റെ ഫെയിലിയർ ആണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പത്രിക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലുണ്ട്. ആ ചാനലിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞത് കുഴപ്പത്തിലാകുമെന്ന് മോഹൻദാസിന് അറിയാവുന്നത് കൊണ്ടാണ് ശ്രീ മോഹൻദാസ് അത് ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്തായാലും ശ്രീ മോഹൻദാസിന് അതിന് ഹി ഹാസ് ടു ബി മേഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ക്രൈം. തീർച്ചയായിട്ടും സാർ. സാർ കൊടുത്തിരിക്കുന്ന ഈ പരാതി മറ്റൊരു പരാതിയാണല്ലോ, അപ്പൊ അതില് ഇനിയിപ്പോ തുടർ നടപടികൾ ഉണ്ടാവില്ലേ? തുടർ നടപടികൾ കേരള പോലീസിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ പരാതി കൊടുത്തത്. ഞാൻ പത്രങ്ങളിലൊന്നും അറിയിച്ചുമില്ല. ഇത് ഞാൻ പരാതി കൊടുത്തത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഒരു ക്രൈം ഒരാൾ കമ്മിറ്റ് ചെയ്തപ്പോൾ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഇത് കേരള പോലീസ് ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുമെന്ന് അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പരിഗണിച്ചു എന്നൊരു മറുപടി എനിക്ക് തന്നു. അല്ലാതെ ഇതൊന്നും അവർ ഗൗരവത്തിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇതിന്റെ ഗൗരവം അറിയാവുന്നവർ അവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ നിയമങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല. 66 IT ആക്ട് മോഹൻദാസിനെതിരെ ഇട്ടിട്ടുണ്ട്. 66 IT ആക്ട് ഈ കേസിൽ ആപ്ലിക്കബിളേ അല്ല. 66 IT ആക്ട് വായിച്ചു നോക്കിയാൽ അത് ഡാറ്റ തെഫ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് മോഷ്ടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള വകുപ്പുകളാണ്. 66A എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു. അത് ഇന്ത്യൻ സുപ്രീം കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്ത അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അപ്പൊ 66A ആപ്ലിക്കബിളേ അല്ല. അപ്പൊ 66ൽ ബാക്കിയുള്ള വകുപ്പുകൾ വരുമ്പോൾ ഡാറ്റ തെഫ്റ്റ്, ഇലക്ട്രോണിക് ഡിവൈസസ് മോഷ്ടിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. അതൊന്നും അല്ല ഇതിലെ ഓഫൻസ്. ഇതിന് എപ്പോഴും എല്ലാത്തിലും കൊണ്ടുവരുന്ന ഒരു 120O KP ആക്ട് ഇടും. ഈ 120O ശരിക്കും വായിച്ചു നോക്കിയാൽ 120O പോലും ഇതിനകത്ത് ആപ്ലിക്കബിളും അല്ല. പിന്നെ 120O ഒക്കെ വളരെ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ്. സ്ത്രീകളെ അധിക്ഷേപിച്ചതിനുള്ള വകുപ്പ് KP ആക്ടിൽ 119A ഉണ്ട്. എന്തുകൊണ്ട് അതിരുന്നില്ല? 79 BNS ഉണ്ട്. അതെന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല? ഏറ്റവും പ്രധാനമായിട്ട് 351(3) എന്ന് പറയുന്ന ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഇംപ്യൂട്ടേഷൻ ഓഫ് അൺചാസ്റ്റിറ്റി ടു എ വുമൺ, അത് എന്തുകൊണ്ടിട്ടില്ല? ഇതാണ് എന്റെ ചോദ്യം. ഇത് പോലീസിന്റെ വീഴ്ചയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന വലിയ വീഴ്ചയാണെന്ന് ഞാൻ പറയും. ഇനി അതിനകത്ത് വല്ല BJPക്കാരുണ്ടോന്ന് പോലും സംശയിക്കുന്നുണ്ട്. കാരണം ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് പരിഗണിക്കാതെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു FIR റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വീഴ്ചയാണെന്ന് ഞാൻ പറയും. അത് ഉന്നത പോലീസ് അധികാരികൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ലൈറ്ററായിട്ടുള്ള ഒഫൻസസ് ചാർത്തിയിട്ട് കൊണ്ടുചെന്ന് ബെയിൽ ഒപ്പോസ് ചെയ്യുന്നത് പോലത്തെ എല്ലാവരെയും ഞങ്ങൾ ബെയിൽ ഒപ്പോസ് ചെയ്ത് പിന്നെ കോടതി കൊടുത്തു. ഇത് പോയ കോടതി കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾ ബെയിൽ ഒപ്പോസ് ചെയ്ത് കോടതി കൊടുത്തു എന്ന് മേലധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി
പോലീസ് ചില കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതായിട്ട് ഇതിൽ പറയേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ അവര് FIR രജിസ്റ്റർ ചെയ്യണമായിരുന്നു. എന്റെ പരാതി അത് 28-ാം തീയതി കൊടുത്ത പരാതിയാണ്. അതിൽ സെക്ഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും റിമൈൻഡർ കൊടുത്തിട്ടുണ്ട്. 2 പോലീസിൽ നിന്ന് അക്നോളജ്മെന്റ് എന്റെ കയ്യിലുണ്ട്. രണ്ടാമത്തെ പരാതിയിൽ ആദ്യത്തെ പരാതിയിൽ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പരാതിയിൽ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞുവെന്നും പറഞ്ഞു. ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, താങ്ക്സ്.